ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് ഒരു മണിക്കൂർ ഒരു 1.5 മണിക്കൂർ ട്രെയിൻ യാത്ര തരകോണ എന്ന് പറയുന്നൊരു പള്ളി, നമ്മുടെ ആശ്രമമാണ്. നമ്മുടെ കേരളത്തിലെ അച്ഛന്മാരാണ് കേട്ടോ, കേരളത്തിലെ അച്ഛന്മാർ. ഈ പള്ളി പൂട്ടാൻ പോയ പള്ളിയാണ്. പൂട്ടാൻ മീൻസ് ഇത് ഭയങ്കര പഴക്കമുള്ള ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ കറക്റ്റ് വ്യൂസ് ഇപ്പോൾ രാത്രിയാണ്, അവിടെ നിന്ന് ഒത്തിരി വ്യൂസ് നല്ല വ്യൂ കാണാൻ പറ്റും. വലിയ മനോഹരമായിട്ടൊരു പള്ളിയാണ്. ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുന്നതാണ്. തരകോണ എന്ന് പറയുന്നത് ഒരു പോർട്ട്, നമ്മുടെ ഈ കൊച്ചിൻ പോർട്ട് എന്നൊക്കെ പറയുന്ന പോലെ പോർട്ടിനടുത്തുള്ള, തരകോണ പോർട്ടിനടുത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ചർച്ചാണിത്. ഇത് ജനങ്ങളൊന്നും ഇല്ല, അച്ഛന്മാരൊക്കെ ഇല്ലാതെ ഒരു അവസ്ഥ വന്നപ്പോൾ അടയ്ക്കുവാൻ പോയി. പക്ഷേ നമ്മുടെ കേരളത്തിലെ, അതായത് നമ്മുടെ കേരളത്തിൽ മഞ്ഞുമൽ പ്രൊവിൻസിലെ അച്ഛന്മാരെ ഏൽപ്പിക്കുകയും ഇപ്പോൾ ഒരു 10 വർഷമായി. ഭയങ്കര ഒത്തിരി വിശ്വാസികൾ വരുന്നു. ഞായറാഴ്ച 4 കുർബാനയും ഒത്തിരി ജനങ്ങളുള്ളൊരു പള്ളിയായിട്ട് മാറി. അത് നമ്മുടെ കേരളത്തിൻ്റെ ആ വിശ്വാസം നമുക്ക് പണ്ട് പോർച്ചുഗലിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഒത്തിരി അച്ഛന്മാർ, നമ്മുടെ സ്പെയിനിൽ നിന്നൊക്കെ ഒത്തിരി അച്ഛന്മാർ കേരളത്തിൽ വന്ന് സേവനം ചെയ്തതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്ന് പള്ളിയിൽ സേവനം ചെയ്യുകയാണ്. അപ്പോൾ ആ പള്ളിയിലാണിപ്പോൾ ഞാനിപ്പോൾ വന്നത് ഒരു ഫംഗ്ഷൻ, ഇവിടുത്തെ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ജസ്റ്റ് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പള്ളിയിലൊന്ന് വീഡിയോ ജസ്റ്റ് ഓടിച്ചെടുത്തേക്കാന്ന് വിചാരിച്ചു. നമുക്ക് പള്ളിയിലേക്ക് കയറാം കേട്ടോ. ഓക്കെ, പള്ളിയകത്താണ്. ഇപ്പോൾ അത് അധികം സംസാരിക്കില്ല, കാരണം സൈലൻസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വരുമ്പോൾ തന്നെ കാണുന്ന യേശുവിൻ്റെ ക്രൂശിത രൂപം, മനോഹരമായ സ്പാനിഷ് രൂപങ്ങളൊക്കെ ഭയങ്കര മനോഹരങ്ങളായ. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. യേശുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിതനായ യേശുവിൻ്റെ ഇന്ന് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർമ്മല മാതാവിൻ്റെ പള്ളിയാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒത്തിരി സ്റ്റാർസൊക്കെ ഉണ്ട്. ഈ നക്ഷത്രമൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് അച്ഛന്മാർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ സ്റ്റാർസൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അച്ഛന്മാർ കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ക്രിസ്മസിൻ്റെ പുൽക്കൂടി ഇവിടെ പള്ളി ചെയ്തതാണ്. അതിൻ്റെ ആംബിയൻസ് നോക്കി, കറക്റ്റ് ഒരു സ്ട്രീറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് നടന്നങ്ങോട്ട് പോകുമ്പോൾ ഒരു തെരുവ് തന്നെ, അതുപോലെ തന്നെ അവിടെ ആ ചാപ്പൽ കണ്ടോ, ഒഴിച്ചു നോക്കി. ആ ചാപ്പൽ നിൽക്കുന്ന അച്ഛന്മാർ, ഇവിടുത്തെ അച്ഛന്മാർ എല്ലാവരും അവിടെ ഉണ്ട് കണ്ടോ. ഈ കമ്മൂട്ടിലെ അച്ഛന്മാർ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പള്ളി ഒരു സെറ്റ് ചെയ്തിരിക്കണം അവർ. ഇവിടെയുള്ള എല്ലാ പുൽക്കൂടും ഇതുപോലെ ഒരു സ്ട്രീറ്റ് അതുപോലെ തന്നെ അവർ ചെയ്തു വെക്കാറുണ്ട്. നോക്കിനി ബെല്ലൻ എന്ന് പറയും, പുൽക്കൂട്ടിൽ നമുക്ക് ഇല്ല. നമ്മളതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. മാതാവ്, പിതാവ്, ഉണ്ണീശു. ഇത് അങ്ങോട്ട് മാറി അങ്ങ് ദൂരെ നിൽക്കുന്നുണ്ട്. കുറേ കന്നുകാലികൾ, കോഴികളെല്ലാം ഉണ്ട്. പൂജരാജകുമാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പുൽക്കൂടിൻ്റെയൊക്കെ പ്രത്യേകത. നല്ല മനോഹരമായിട്ട് മിനിയേച്ചർ സ്റ്റൈലിലെല്ലാം വ്യക്തസുഖമുണ്ടാകും. ആ ഒരു പെർഫെക്ഷൻ നോക്കണം. ഒരു വീടിലെ കർട്ടൻ്റെ അപ്പുറത്ത് ലൈറ്റ് വരെ, ചിമ്മിണി ലൈറ്റ് എല്ലാം നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അവർ. ഇതാണ് ഇവിടുത്തെ പുൽക്കൂട്. നിങ്ങൾക്ക് ഇവിടുത്തെ ഹോട്ടൽ കാണാം. ഇത് ലൈറ്റിന് പരിശ്രമതാവിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ദൂരം ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. രസമല്ല കാണാനായിട്ട്. ഇന്ന് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാണ്. 8-ാം തീയതി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആ സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. മനോഹരമായിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രൂശിത രൂപം കാണാം. ഈ ക്രൂശിത രൂപം പൊടി പിടിച്ച് കിടന്നിട്ട് അച്ഛന്മാരത് തൂത്ത് വൃത്തിയാക്കി, പെയിൻ്റൊന്നും ചെയ്തിട്ടില്ല, അതേ ഒറിജിനൽ പെയിൻ്റാണ്. അത് അച്ഛന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ സ്പാനിഷ് സ്റ്റാച്ചു ഒക്കെ ഭയങ്കര പെർഫെക്ഷൻ. നമുക്ക് ഇറ്റലിയിലുള്ള റോമിലുള്ള സ്റ്റാച്യൂസ് അറിയാം, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാച്ചു വളരെ സൂപ്പറാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ബൈ ബൈ.